we can discuss about pharmacology of estrogen and progestin, which are the female sex hormone. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്ട്രോജൻ്റെ പ്രൊജസ്റ്ററോണിൻ്റെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, റെഗുലേഷൻ ഓഫ് റിലീസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, pharmacological effects or actions, ADR, and drugs used in hormonal disorders of estrogen and progestin will discuss. So as we mentioned before, there are different glands in our body. Gonad is one of the gland, and gonad will release different hormones like estrogen and progestin under the influence of anterior pituitary hormone like gonadotropin, FSH and LH. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആയിട്ടുള്ള മെയിൽസിൽ ആൻഡ്രോജൻസും ഫീമെയിൽസിൽ ഈസ്ട്രോജൻ പ്രൊജസ്റ്ററോണും മേജറായിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH and LH, which is secreted from the anterior pituitary. First we can discuss about the pharmacology of estrogens. Let's start with the definition. Estrogens are the substances or its analogues which will induce the estrus in spayed or ഓവർ-ഒപ്റ്റിമൈസ്ഡ് അനിമൽസ്. അതായത് ഡെഫിനിഷൻ പ്രകാരം ഓവറി റിമൂവ് ചെയ്തിട്ടുള്ള, ഓവറിയിൽ നിന്നാണ് കോർപ്പസ് ലൂട്ടിയം അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്യൂൾസ് എന്നാണ് സാധാരണഗതിയിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓവറി റിമൂവ് ചെയ്തിട്ടുള്ള അനിമൽസിലും അതിൻ്റെ യൂട്രസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത്. അത് ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രാഡയോൾ, നമ്മളെ ബോഡിയിൽ തന്നെ റിലീസ് ചെയ്യുന്ന ഈസ്ട്രോജൻസ് എന്ന് പറയുന്നത് ഈസ്ട്രാഡയോൾ എന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രോജൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ഓറലിയാണ്. നമുക്കത് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓറലായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ സിന്തറ്റിക് ഫോമുകളാണ് നമ്മൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് കൊടുക്കാറുള്ളത്. ലൈക്ക് സ്റ്റിറോയിഡൽ എത്തിനൈലെസ്ട്രാഡിയോൾ, മെസ്ട്രനോൾ ആൻഡ് ടിബലോൺ. നോൺ സ്റ്റിറോയിഡൽ സിന്തറ്റിക് ഈസ്ട്രോജൻസ് ലൈക്ക് ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ, എക്സെസ്ട്രോൾസ് ആൻഡ് ഡൈഇനിസ്ട്രോൾസ്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈസ്ട്രോജൻസ്. അപ്പോൾ ഈസ്ട്രാഡയോൾ എന്ന് പറയുന്നതാണ് നാച്ചുറൽ പ്രൊജസ്റ്റിൻ, ഈസ്ട്രോജൻ എന്ന് പറയുന്നത്, നാച്ചുറൽ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഈസ്ട്രാഡയോൾ എന്ന് പറയുന്ന ഫോമിലാണ് ഈസ്ട്രോജൻ റിലീസ് ചെയ്യുന്നത്, യൂഷ്വലി സെക്രീറ്റഡ് ഫ്രം ദ ഓവറി. It is synthesized in Graafian follicles, corpus luteum and placenta from cholesterol. ഈസ്ട്രോൺ ആയാലും ഈസ്ട്രാഡയോൾ ആയാലും ഈസ്ട്രയോൾ ആയാലും ഇങ്ങനെയുള്ള 3 ഫോമിൽ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജൻസുകളുണ്ട്. ഇതിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോം അല്ലെങ്കിൽ പൊട്ടൻ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഈസ്ട്രാഡയോൾ എന്ന് പറയുന്ന ഫോമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മ വേണം. ഈസ്ട്രാഡയോൾ എന്നുള്ളതാണ് നാച്ചുറൽ പ്രൊജസ്റ്റിൻ എന്ന് പറയുന്നത്. ഇതെല്ലാം സം കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മളെ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈസ്ട്രോജൻസുകളാണ് എന്ന് മനസ്സിലാക്കുക. ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് അരാമറ്റൈസേഷൻ, റിംഗ് അരാമറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഈസ്ട്രാഡയോൾ. അതുപോലെ ഈസ്ട്രോൺ, ദെൻ ഈസ്ട്രയോൾ. അപ്പോൾ ഇതിൽ ഈസ്ട്രാഡയോൾ ആണ് ആക്റ്റീവ് മോർ പൊട്ടൻറ്റ് ഫോം. ഇനി സിന്തറ്റിക് ഈസ്ട്രോജൻ ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ് inactive orally due to the short duration of action due to the rapid metabolism in the liver. To overcome this, we will synthesize the synthetic estrogen like steroidal and non-steroidal synthetic estrogen. Now coming to the regulation. റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു റെഗുലേഷൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഹോർമോണൽ കോൺട്രാസെപ്റ്റീവിൽ ഈസ്ട്രോജൻസും പ്രൊജസ്റ്ററോണും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫീമെയിൽ ബോഡിയിൽ ഓവുലേഷൻ്റെ സമയത്ത് പ്രീ ഓവുലേറ്ററി ഫേസിൽ ആദ്യം ഓവുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓവം പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓവം സാധാരണ പ്രൊഡ്യൂസ് ചെയ്യാതെ ഗ്രാവിയൻ ഫോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ ഈ ഗ്രാവിയൻ ഫോളിക്യൂൾസ് നിന്ന് ആണ് ഗ്രോയിങ് ഫോളിക്യൂൾസ് എന്നാണ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് FSH ആൻഡ് LH എൻ്റെ ഇൻഫ്ലുവൻസിലാണ് സാധാരണഗതിയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേ ഗ്രോവിങ് ഫോളിക്യൂൾസ് എന്നാണ് ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നോർമലായിട്ടുള്ള ഒരു ഫിസിയോളജിയാണ്. FSHൻ്റെയും LHൻ്റെയും ഇൻഫ്ലുവൻസിലാണ് ഫോളിക്കിൾസിൽ ഗ്രോ ചെയ്യുന്നതും അതിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അത് ഈ ഗ്രോവിങ് ഫോളിക്കിൾസിൽ നിന്ന് തന്നെയാണ് ഈസ്ട്രോജൻ റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഗ്രോ ചെയ്തിട്ടുള്ള ഓവം ലൂട്ടിലൈസിങ് ഹോർമോണിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഓവുലേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ ഫോളിക്യൂൾസിനെ കോർപ്പസ് ലൂട്ടിയമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം.
കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് പ്രൊജസ്റ്ററോണും സം എമൗണ്ട് ഓഫ് ഈസ്ട്രജൻസും. ഓക്കെ, ഇനി നമ്മളെ ബോഡിയിൽ ആവശ്യത്തിന് ഈസ്ട്രജൻ വന്നു എന്ന് വിചാരിക്കുക. ആവശ്യത്തിൽ ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവുലേഷൻ്റെ മുന്നേ ആണെങ്കിൽ അത് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എക്സസ് ആയിട്ട് ലൂട്ടിലൈസിങ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം, ഓവുലേഷൻ്റെ മുന്നേയും ഓവുലേഷൻ്റെ ശേഷവും. ഓവുലേഷൻ്റെ മുന്നേ ഈസ്ട്രജൻ സിന്തസിസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് മിഡ് സൈക്കിൾ സ്റ്റിമുലേഷൻ ഓഫ് LH സെക്രീഷൻ ആണ്. അതായത് ആവശ്യത്തിന് ഗ്രാഫിയൻ ഫോളിക്യൂൾസിലൊക്കെ ഓവൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മെച്ചുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെ ഓവുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൂട്ടിലൈസിങ് ഹോർമോൺസ് റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് they will increases the mid cycle LH secretion. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്തിട്ടാണ് കൂടുതൽ LHൻ്റെ റിലീസ് ഉണ്ടാക്കുക. അങ്ങനെ LH റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓവുലേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഈ LH ഓവുലേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഗ്രാഫിയൻ ഫോളിക്യൂൾസിനെ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറ്റും. കോർപ്പസ് ലൂട്ടിയസിൽ FSHൻ്റെ എഫക്റ്റ് കൊണ്ട് വീണ്ടും പ്രൊജസ്റ്ററോണും ഈസ്ട്രജനും റിലീസ് ചെയ്യും. ഇനി എക്സസ് ആയിട്ട് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ഇൻഹിബിഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ഹൈപ്പോതലാമസിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോതലാമസിൽ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് FSHും LHും ഇൻഹിബിറ്റ് ചെയ്യും. ഇതാണ് നോർമൽ ആയിട്ടുള്ള റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓറൽ അല്ലെങ്കിൽ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവിൽ നമ്മൾ ഈസ്ട്രോജൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. നമ്മളെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഈസ്ട്രജൻ വരുമ്പോഴാണ് ഇവിടെ നെഗറ്റീവ് ഇൻഹിബിഷൻ ഉണ്ടാവുന്നത്, അല്ലേ? ഇത് നോർമൽ ഫിസിയോളജിയാണ്. ഇവിടെ ഈസ്ട്രജൻ എക്സസ് വന്നു കഴിഞ്ഞാൽ ഇൻഹിബിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ GnRH റിലീസ് ചെയ്യൂല, FSH LH റിലീസ് ചെയ്യൂല, ഫർദർ ഓവം പ്രൊഡ്യൂസ് ചെയ്യൂല, ഓവുലേഷൻ്റെ അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കൂല, ഗ്രാഫിയൻ ഫോളിക്കുലാർ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നില്ല, ഫോളിക്കുലാർ മെച്ചുറേഷൻ ഉണ്ടാവുന്നില്ല, ഓവം ഉണ്ടാവുന്നില്ല. അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിനി ഓറൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോഡിയിൽ നോർമലായിട്ട് തന്നെ ഈസ്ട്രോജൻ കൂടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻഹിബിഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് ഇൻഹിബിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ ഈസ്ട്രോജൻ യൂസ് ചെയ്യുന്നത്. അത്രയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നോർമൽ ആയിട്ടുള്ള റെഗുലേഷൻ ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഏതൊരു ഹോർമോണിനെ പോലെ ഇതും ഒരു റിസെപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ആ റിസെപ്റ്ററിന്റെ പേരാണ് ഈസ്ട്രോജൻ റിസെപ്റ്റർ എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള റിസെപ്റ്റേഴ്സുകളുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ കാണാറുള്ളത് യൂട്രസ്, വജൈന, ബ്രസ്റ്റ്, ബോൺ, ഹൈപ്പോതലാമസ്, ബ്ലഡ് വെസൽസ്. ബീറ്റ കാണുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഓഫ് മെയിൽ ആൻഡ് ഓവറീസ് ഓഫ് ഫീമെയിൽ. സോ this is the mechanism of action. They will bind with the estrogen receptor and they will produce the protein synthesis. ആ പ്രോട്ടീൻ സിന്തസിസ് ആണ് ഈസ്ട്രോജന്റെ എഫക്റ്റ് ആക്ഷൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഈസ്ട്രോജന്റെ ആക്ഷൻസ് എന്നുള്ളതാണ് ഓരോരോ ഓർഗനായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് വൺ ഈസ് സെക്സ് ഓർഗൻസ്. യൂട്രസ്, അതുപോലെ ഫെലോപ്പിയൻ ട്യൂബ്, വജൈന, ഫീമെയിൽ സെക്സ് ഓർഗൻസുകളായിട്ടുള്ള ഇതിൻ്റെയൊക്കെ പ്യൂബർട്ടൽ ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് പ്യൂബർട്ടൽ ചേഞ്ച് ഇൻ ഫീമെയിൽ ഇൻക്ലൂഡിംഗ് ഗ്രോത്ത് ഓഫ് യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്യൂൾ ആൻഡ് വജൈന. ദെൻ vaginal epithelial get thickened, stratified, cornified. This is the action which is responsible for the proliferation of endometrium in pre-ovulatory phase. ഇനി in absence of progesterone വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ withdrawal of estrogen alone will produce menstruation ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹോർമോണും കൂടിയാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. Then estrogen will augment the rhythmic contraction of fallopian tubule and uterus, and it will induce a watery alkaline secretion from the cervix, and this will favorable to the sperm penetration. Okay, അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസുകളൊക്കെ ഉണ്ടാക്കുക. നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്ഷൻസുകളൊക്കെ ചെയ്യുന്നത് അടുത്ത ഹോർമോണാണ്, പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓക്കെ, ഇപ്പോൾ സ്പേമിൻ്റെ പെനട്രേഷനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസസുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രീ ഓവുലേറ്ററി ഫേസിൻ്റെ മുന്നേ ആണെങ്കിൽ അവിടെ പ്രോലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം ഉണ്ടാക്കുന്നുണ്ട്.
ഇനി പ്രഗ്നൻസിയുടെ ടൈമിലാണെന്ന് വിചാരിക്കുക, അവിടെ ഓക്സിറ്റോസിനെ സെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട്. യൂട്രസ് കൺട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ സെൻസിറ്റൈസ് ചെയ്യുന്നുണ്ട്. Now coming to the secondary sex characters for growth of breast, pubic hair, axillary hair, feminine body contour. ഫീമെയിൽസിൻ്റെ ബോഡി സ്ട്രക്ചറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോണും ഈസ്ട്രജൻ ആണ്. അവരുടെ ബിഹേവിയർ, ഫീമെയിൽ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവും. ആ ബിഹേവിയറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ ഒക്കെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ്, then acne. These are the some actions of estrogen in secondary sexual characters. Now coming to the metabolic effect. Androgen നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിക് ആയിട്ടുള്ള കുറേ എഫക്ട്സുകളും ഈസ്ട്രജൻസിലും ഉണ്ട്. അനബോളിക് എഫക്റ്റ് ഉണ്ട്, പക്ഷേ ടെസ്റ്റോസ്റ്ററോണേക്കാളും വീക്കർ ആയിട്ടുള്ള എഫക്റ്റ് മാത്രമേ ഉള്ളൂ മെറ്റബോളിക് എഫക്റ്റ് പറയുന്ന സമയത്ത്. Then it is important in maintaining bone mass primarily by retarding bone resorption. It will mild salt and water retention edema in predisposed patients. Estrogen will decreases the plasma LDL cholesterol while HDL and triglyceride level are raised. Blood coagulability is increased due to the induction of synthesis of clotting factor. Fibrinolytic activity in plasma also tend to increase due to the lowering of plasminogen activator inhibitors. ഓക്കെ, അപ്പോൾ ഇതിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചേഞ്ചസുകളൊക്കെയാണ് ക്ലോട്ടിംഗ് ഫാക്ടർ സിന്തസിസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫൈബ്രിനോലൈറ്റിക് ആക്ടിവിറ്റി, ഓൾറെഡി ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റ് അതിൻ്റെ എമൗണ്ട് കുറക്കുക എന്നുള്ളത്, എൽ ഡി എല്ലിൻ്റെ ലെവൽ കുറച്ച് എച്ച് ഡി എല്ലിൻ്റെ ലെവൽ കൂട്ടുക. അപ്പോൾ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫക്റ്റ് ഈസ്ട്രോജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഈസ്ട്രോജനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ എഫക്റ്റുകളൊക്കെ കുറക്കും എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ എ ഡി ആർ, ചില ഡ്രഗിൻ്റെ എ ഡി ആർ പറയുന്ന സമയത്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് എന്നുള്ളത്. Now coming to the pharmacokkinetics. നാച്ചുറൽ ആയിട്ടുള്ളത് വെൽ അബ്സോർബ്ഡ് ആണ്, പക്ഷേ ഇനാക്റ്റീവ് ആണ്. പെട്ടെന്ന് റാപ്പിഡ് മെറ്റബോളിസം നടക്കുന്നത് കൊണ്ട് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നില്ല, അതിൻ്റെ ആക്ഷൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ അത് ഇഞ്ചെക്ട് ചെയ്യാറാണ് ഉള്ളത്, IM ആയിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യാറുള്ളത്. ഇസ്ട്രാഡയോൾ എസ്റ്റേഴ്സുകൾ ഇഞ്ചെക്ട് ചെയ്യാറാണുള്ളത്. ഇനി സിന്തറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകൾ അവിടെ നമുക്ക് ഓറലായിട്ടുള്ള ആക്ടിവിറ്റി ഉള്ളതുണ്ട്. അപ്പോഴാണ് നമ്മൾ സിന്തറ്റിക് ഓറൽ ഡ്രഗ്സുകൾ ഈസ്ട്രജൻസുകളായിട്ട് യൂസ് ചെയ്യാറുള്ളത്. Now coming to the adverse drug reaction. നമ്മൾ ഡെഫിഷ്യൻസിയുടെ സമയത്ത് ഈസ്ട്രോജൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മെയിൽസിൽ ഈസ്ട്രോജൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ സപ്രസ് ദ ലിബിഡോ, ദാറ്റ് ഈസ് ദ സെക്ഷൽ ഡ്രൈവ്. സെക്സിനോടുള്ള, സെക്ഷൽ ഇൻ്റർകോഴ്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് സപ്രഷൻ ഓഫ് ലിബിഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൽസിൽ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ സപ്രസ് ദ ലിബിഡോ. ദെൻ ഗൈനക്കോമാസ്റ്റിയ ആൻഡ് ഫെമിനൈസേഷൻ, ഫീമെയിൽ ക്യാരക്ടേഴ്സുകളൊക്കെ വരും മെയിൽസിൽ കൊടുക്കുന്ന സമയത്ത്. ഇറ്റ് വിൽ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഇറഗുലർ ബ്ലീഡിംഗ് ആൻഡ് എൻഡോമെട്രിയൽ കാർസിനോമ ഇൻ പോസ്റ്റ് മെനോപ്പസ് വുമൺ. ദെൻ ഇറ്റ് വിൽ ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് എക്സിസ്റ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ, migraine, epilepsy, endometriosis may be worsened. The long-term use of estrogen therapy may double the incidence of gallstone. Then fusion of epiphysis and reduction of adult stature when given to the children. ആൻഡ്രോജൻ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതേ എഫക്റ്റ് ഫീമെയിൽസിലും ഉണ്ടാവുന്നുണ്ട്. ഫർദർ ആയിട്ടുള്ള ഹൈറ്റ് വെക്കുന്ന, അതിനാണ് ഈ അഡൽട്ട് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഹൈറ്റ് കൂടുന്ന ആ ഒരു പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഈസ്ട്രോജൻ. നൗ കമ്മിങ് ടു യൂസസ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? ഫസ്റ്റ് വൺ ഈസ് ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഈസ്ട്രോജൻ കുറവുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ മെഡിക്കൽ പ്രോബ്ലംസുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈസ്ട്രോജൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഈസ്ട്രോജൻ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് vasomotor disturbances, osteoporosis, psychological or cognitive disturbances, increased risk of cardiovascular diseases. ഇങ്ങനെയുള്ളൊക്കെ കണ്ടീഷൻ ഈസ്ട്രോജൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസുകളാണ്. അപ്പോൾ അതിനെ ഈസ്ട്രോജൻ കൊടുത്തിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. Then senile vaginitis, that is the irritation and inflammation of vagina. Then delayed puberty in girl, വയസ്സായിട്ടും പുബർട്ടിയിലോട്ട് എത്താത്ത ഫീമെയിൽസിൽ ഓവുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ
then dysmenorrhea, that is the painful cramp during the menstruation. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആൻഡ് കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ്, ദീസ് ആർ ദ യൂസസ് ഓഫ് ഈസ്ട്രോജൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈസ്ട്രോജൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി ആൻറ്റി ഈസ്ട്രോജൻസുകളുണ്ട്. എക്സസ് ആയിട്ട് നമ്മളെ ബോഡിയിൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്യാനുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാം. ആൻറ്റി ഈസ്ട്രോജൻ, സെലക്റ്റീവ് ഈസ്ട്രോജൻ ഡൗൺ റെഗുലേറ്റേഴ്സ്, സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ്, ദെൻ അരോമാറ്റേസ് ഇൻഹിബിറ്റേഴ്സ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൻറ്റി ഈസ്ട്രോജൻ. ക്ലോമിഫിൻ സിട്രേറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം പേര് പറയുന്ന പോലെ തന്നെ ആൻറ്റി ഈസ്ട്രോജൻസുകളാണ്. ഈസ്ട്രോജൻസുകൾ ഏത് റിസപ്റ്ററിലാണോ ബൈൻഡ് ചെയ്യുന്നത് ആ റിസപ്റ്ററിൽ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഈസ്ട്രോജൻ ആൽഫ ആൻഡ് ബീറ്റ റിസപ്റ്ററിൽ പ്യുവർ ഈസ്ട്രോജൻ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇറ്റ് വിൽ ഇൻഡ്യൂസസ് ദ ഗൊണാഡോട്രോപ്പിംഗ് ഹോർമോൺസ്, LHൻ്റെയും FHൻ്റെയും സെക്രീഷൻ കൂട്ടുക. എങ്ങനെയാണ് കൂട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ബൈ ബ്ലോക്കിംഗ് ഈസ്ട്രോജനിക് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ. കൂടുതൽ ഈസ്ട്രോജൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ആ ഈസ്ട്രോജന് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. ആ ഈസ്ട്രോജന് സ്വാഭാവികമായിട്ടും നേരെ ആൻറ്റീരിയർ പിട്യൂട്ടറിയിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ GnRHനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Okay, so amount of LH and FSH released at the secretory pulse is increased by this effect. Now, what are the adverse effects? Polycystic ovary. സാധാരണ ഫീമെയിൽസിൽ കാണുന്ന ഒരു സംഗതിയാണ്. ഓവറീസിൻ്റെ അകത്ത് കുറേ സിസ്റ്റുകൾ ഫോം ചെയ്യുക. ഫൈബ്രിങ് നേച്ചർ ആയിട്ടുള്ള മുഴ പോലെയുള്ള ഫൈബ്രോസിസ് ഒക്കെ ഉണ്ടാകുന്ന സിസ്റ്റുകൾ ഫോം ചെയ്യുക. പോളിസിസ്റ്റിക് ഓവറി, അറകൾ പോലെയുള്ള കുറേ അറകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഹോട്ട് ഫ്ലഷസ്, ഗ്യാസ്ട്രിക് അപ്സെറ്റ്, വെർട്ടിഗോ, അലർജിക് റൈനൈറ്റിസ്, and it will increases the risk of ovarian tumor. So these are the adverse effects. Now coming to uses, the important use is for the treatment of infertility due to the failure of ovulation. Ovulation ഉണ്ടാവാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചീഫ് യൂസ് എന്ന് പറയുന്നത്. യൂഷ്വലി 50 mg once daily for 5 days starting from fifth day of the cycle is used for the treatment of infertility due to the failure of ovulation, and also used in vitro fertilization. ടെസ്റ്റ് ഓഫ് ശിശു എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതി, പുറത്തുനിന്ന് സ്പേമിനെയും ഓവത്തിനെയും ഫ്യൂസ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രഗായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഒളിഗോസ്പേമിയ, മെയിൽസിൽ ഉണ്ടാകുന്ന ഡിക്രീസ്ഡ് സ്പേം കൗണ്ട് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ സ്പെമാറ്റോജെനസിസ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്പെമാറ്റോജെനസിസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഡിക്രീസ്ഡ് കൗണ്ട് ഉണ്ടാകുന്നത്, ഒളിഗോസ്പേമിയ ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലോമിഫിൻ സിട്രേറ്റ് മെയിൽസിൽ കൊടുക്കുന്ന സമയത്ത് ദേ വിൽ ഇൻക്രീസസ് ദ ഗൊണാഡോട്രോപ്പിംഗ് സെക്രീഷൻ. FSHും LHും കൂടും. ദേ വിൽ പ്രൊമോട്ട് സ്പെമാറ്റോജെനസിസ് ആൻഡ് ടെസ്റ്റോസ്റ്ററോൺ സെക്രീഷൻ. So for the male infertility, 25 mg daily given for 24 days in a month with 6 days of rest up to 6 months has been recommended for the treatment of oligospermia. So that is the first drug, clomiphene citrate, which is an anti-estrogen which will block the estrogen receptor. Now coming to the second class of drug which will modify the estrogen action, selective estrogen receptor modulator. Example is tamoxifen citrate. ആദ്യത്തേത് ക്ലോമിഫിൻ സിട്രേറ്റ് ആണ്. ഇനി ടാമോക്സിഫിൻ സിട്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് അൻറ്റഗോണിസ്റ്റിക് ആൻഡ് അഗണിസ്റ്റിക് ആക്ഷൻ ഉണ്ടാക്കുന്നുള്ള. ഈസ്ട്രോജൻ റിസപ്റ്ററിൽ ചില സ്ഥലങ്ങളിൽ അഗണിസ്റ്റിക് ആക്ഷൻ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ അൻറ്റഗോണിസ്റ്റിക് ആക്ഷൻ ഉണ്ടാവും. സോ പൊട്ടൻറ്റ് ഈസ്ട്രോജനിക് അൻറ്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് കാർസിനോമ ഓഫ് സെൽ, ബ്ലഡ് വെസൽസ്, പെരിഫറൽ സൈറ്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് അതിൻ്റെ പൊട്ടൻറ്റ് അൻറ്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പാർഷ്യൽ അഗണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് യൂട്രസ്, ബോൺ, ലിവർ ആൻഡ് പിറ്റ്യൂട്ടറി. ആൻഡ് എ ഡിക്രീസ് ഇൻ ടോട്ടൽ ആൻഡ് LDL കൊളസ്ട്രോൾ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ HDL ആൻഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽ റിഫ്ലക്ട് ദ ഈസ്ട്രോജനിക് ആക്ഷൻ. So this is the mechanism of action. Now coming to the adverse effects, hot flush, vomiting, vaginal bleeding, vaginal discharge, menstrual irregularities, increased risk of venous thromboembolism. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്ട്രോജൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ് വീനസ് ത്രോംബോ എംബോളിസം. ഓക്കെ,
വീനസിൽ വെയിൻസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടും എന്ന് ചുരുക്കി പറഞ്ഞു. ഡെർമറ്റൈറ്റിസ്, അനോറക്സിയ, ഡിപ്രഷൻ, മൈൽഡ് ലൂക്കോപീനിയ, ഒക്കുലാർ ചേഞ്ചസ് ആർ infrequent. So these are the adverse effects of tamoxifen citrate. Now coming to uses, this is a standard hormonal treatment for breast cancer in both pre and post menopause women. Tamoxifen is the only drug proved for primary as well as metastatic breast carcinoma of pre-menopause women. It is effective in surgical treated cancers of male breast. So these are the uses of tamoxifen citrate. Now coming to last one, that is aromatase inhibitors. LETROZOLE എന്ന് പറയുന്ന ഡ്രഗാണ്. അപ്പോൾ ഈസ്ട്രോജൻ്റെ സിന്തസിസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരാമറ്റൈസേഷൻ നടന്നിട്ടാണ് ഈസ്ട്രാഡയോൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരാമറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗുകളാണ് അരാമറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് എ ഫൈനൽ ആൻഡ് കീ സ്റ്റെപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ. ഈസ്ട്രാഡയോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫൈനൽ സ്റ്റെപ്പിലുള്ള ഒരു റിയാക്ഷൻ ആണ് അരാമറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ദേ വിൽ ഇൻഹിബിറ്റ് ദാറ്റ് എൻസൈം, സോ thereby it will inhibit the aromatization. Now ADR, hot flush, nausea, diarrhea, dyspepsia, thinning of hair, then joint pain, bone loss. It is mainly used in early breast cancer and advanced breast cancer. So these is the anti-estrogenic drugs. Estrogen regulation ഒക്കെ മോഡുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റി ഈസ്ട്രജൻസ് എന്ന് പറയുന്നത്.